എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാം, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. നെല്ലിക്കയും പച്ചക്കുരുമുളകും വെച്ചിട്ടുള്ള അച്ചാർ. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. നമുക്ക് നെല്ലിക്ക വേണം. നെല്ലിക്ക ഒരു 10 ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കണം. നമ്മളതിൻ്റെ കുരു കളഞ്ഞ് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെക്കണം. പിന്നെ നമുക്ക് വേണ്ടത് പച്ചക്കുരുമുളകാണ്. അതിൻ്റെ തണ്ടോട് കൂടിയിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇതിൽ വെളുത്തുള്ളി ഇത്ര അല്ലി ചേർക്കണമെന്നില്ല, നിങ്ങൾക്ക് ഒന്നും ചേർത്താലും മതി. ഫ്ലേവർ കിട്ടണമെങ്കിൽ ഒന്നും ചേർത്താലും മതി. ഞാൻ കുറച്ച് കൂടുതൽ എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ വേണ്ടത് കരിവേപ്പിലയാണ്, അത് ആവശ്യത്തിന്. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്, അതൊരു 2 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് ഉലുവാപ്പൊടിയാണ്, അത് കുറച്ച് ചേർത്താൽ മതി, കൂടുതൽ ചേർത്താൽ കായ്ക്കും. കായം പൊടി ഒരു 1/2 ടീസ്പൂൺ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ വേണ്ടത് നല്ലെണ്ണയാണ്. ഇത്രയും സാധനങ്ങളാണ് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്കൊരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നെല്ലിക്ക വേവിച്ച് അതേ പാത്രത്തിൽ തന്നെയാണ് ചെയ്യണത്. ഒരു 2 ടേബിൾ സ്പൂൺ. എണ്ണ നന്നായി ചൂടായ ശേഷം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് നായ ശേഷം നമുക്ക് പച്ചക്കുരുമുളക് ചേർത്ത് കൊടുക്കാം. അത് തണ്ടോട് കൂടിയിട്ട് തന്നെയാണ് ചേർക്കുന്നത്, അല്ലാതെ സെപ്പറേറ്റ് ചെയ്തിട്ടല്ല. കുരുമുളകൊന്ന് ആയ ശേഷം കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ കരിവേപ്പിലയും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി എല്ലാം കൂടി കുറച്ച് നേരം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് പച്ചച്ചോയൊക്കെ മാറി വരണം. ഒന്ന് ഫ്രൈ ആവട്ടെ. നന്നായിട്ട് ഫ്രൈ ആയി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനിയാണ് നമ്മൾ പൊടികൾ ചേർക്കുന്നത്. മുളക് പൊടി, കായം പൊടി, ഉലുവപ്പൊടി ഇതെല്ലാം കൂടി ചേർക്കണം. കൂടെ നെല്ലിക്കയും ചേർക്കണം. ഇതെല്ലാം സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അടുപ്പത്ത് വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പൊടികൾ ഇടുമ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഓഫ് ചെയ്യണമെന്ന് പറയുന്നത്. വേവിച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്കയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിക്കണം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇത് 2 ദിവസം ഇരിക്കണം, നല്ല ടേസ്റ്റ് വരുള്ളൂ. മസാലകളൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. മുളക് പൊടിയും കായത്തിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി നന്നായിട്ട് പിടിക്കണമെങ്കിൽ 2 ദിവസം ഇരിക്കണം. ഇനി ഞാൻ ഇതിലേക്ക് വിനീഗർ ചേർക്കുന്നുണ്ട്, 2 ടീസ്പൂൺ. അത് ഓപ്ഷണലാണ്, കാരണം എല്ലാവർക്കും ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാവണമെന്നില്ല. വിനീഗർ ചേർക്കുന്നത് ഇഷ്ടമാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. നന്നായി മിക്സ് ചെയ്ത ശേഷം ചൂടാറിയ ശേഷം നമുക്ക് ബോട്ടിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പീസായിട്ട് നമുക്ക് കാണാം. ബൈ. താങ്ക് യു.